ഇവിടെ വിഷയമല്ല. കേൾക്കോ കേൾക്കൂലെ, ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞു അന്തബി മുസ്ലിം മംഫിൽ ഖുബൂർ, അത് ഖുർആന്റെ ഖണ്ഡിതാണ്. എന്നാലും ഈ ശിർക്കിന്റെ ആളുകൾ കേൾക്കോ കേൾക്കൂലെ കേൾക്കോ കേൾക്കൂലെ ഇങ്ങനെ തർക്കിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട് സൂറത്ത് ഫാത്തിറിൽ. അത് ഈ ശബ്ദം കേൾക്കുന്ന നിഷ്പക്ഷമതികളായ പടച്ചവനെ പേടിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ വെറുതെ ഒരു മുഖാമുഖം നടത്തിപ്പോ മാത്രമല്ല, നമ്മൾ കാര്യങ്ങൾ പഠിക്കണമല്ലോ. അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് ഇടയ്ക്ക് മനസ്സിലാക്കണമല്ലോ. എന്ത് ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിൽ തർക്കിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ അശ്-ശംസ വൽ ഖമറ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിത്ലു ഖബീർ. ഇതാണ് അടിസ്ഥാനം. ഇതാണ് ഞങ്ങൾ നിങ്ങൾ തമ്മിൽ തർക്കം. കേട്ടോ കേട്ടോ, അർത്ഥം കൂടി കേട്ടോ, വെറുതെ ആയത്ത് കേട്ടിട്ട് കാര്യമില്ലല്ലോ, മനസ്സിലാവണ്ടേ. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാത്രിയെ പകലിലേക്കും പകലിനെ രാത്രിയിലേക്കും പ്രവേശിപ്പിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വസഖറ അശ്-ശംസ വൽ ഖമറ, സൂര്യനും ചന്ദ്രനും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ, എല്ലാം അതിന് നിശ്ചിതമായ നിർണയിക്കപ്പെട്ട ആ സഞ്ചാര പദത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. അഥവാ സൂര്യനെ ചലിപ്പിക്കുന്നവനാണ്, ചന്ദ്രനെ വിധേയമാക്കി തന്നവനാണ്, രാപ്പകലുകളെ നിശ്ചയിച്ചു തന്നവനാണ് നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അവനാണ് സർവ്വ അധികാരങ്ങളും. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ വിളിക്കുന്ന ആളുകൾ, മായംലികൂന മിൻ ഖുത്മീർ, അവരുടെ ഈ തപ്പനക്കുരുവിന്റെ പാട പോലും അധീനമാക്കിയവരല്ല. മുഹീദ്ദീൻ ശൈഖാകട്ടെ, റിഫായി ശൈഖാകട്ടെ, മമ്പുറം തങ്ങളാകട്ടെ, മുനമ്പത്ത് ബീവിയാകട്ടെ, ലാത്തയാകട്ടെ, ഉസ്സയാകട്ടെ, ഇബ്രാഹിം അലൈഹിസ്സലാം ആകട്ടെ, ഇസ്മായിൽ നബിയാകട്ടെ, മായംലികൂന മിൻ ഖുത്മീർ, അവരാരും ഒരു ഈ തപ്പനക്കുരുവിന്റെ പാട പോലും അധീനമാക്കിയവരല്ല. ഇൻതദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, നിങ്ങൾ അവരോട് ഇസ്തിഗാഥ ചെയ്താൽ, ഇൻതദൂഹും, നിങ്ങൾ അവരോട് ഇസ്തിഗാഥ ചെയ്താൽ, ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ, നിങ്ങളുടെ ഇസ്തിഗാഥ അവർ കേൾക്കൂല. ഒന്ന്, അപ്പൊ പിന്നെ കേട്ടോ കേൾക്കൂലേ, ഖുർആനിയാലില്ലേ, ബദറില്ലേ, അങ്ങനെ ചോദിച്ചിട്ട് ഇടങ്ങേറുണ്ടാക്കണ്ട. വലൗ സമീഉ, അത് വലിയ വിവാദമുള്ള കാര്യമല്ല. കേട്ടോട്ടടോ. വലൗ സമീഉ, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ, കേൾക്കുമെന്ന് വന്നാൽ തന്നെ, വലൗ സമീഉ, കേൾപ്പിക്കാൻ വിളിച്ചതാ. മുഹീദ്ദീൻ ഒന്ന് കേട്ടോട്ടെ, റിഫായി ഒന്ന് കേട്ടോട്ടെ, മമ്പുറങ്ങളൊന്ന് കേട്ടോട്ടെ. വലൗ സമീഉ, എടോ കേൾക്കുമെന്ന് വന്നാലും മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരൂല്ല, അവർ ഉത്തരം തരൂല്ല. നിങ്ങൾ വെറുതെ കേൾപ്പിക്കാൻ വിളിക്കണ ആണോ? വെറുതെ കേട്ടോട്ടെ, മുഹീദ്ദീൻ കേട്ടോട്ടെ, റിഫായി കേട്ടോട്ടെ, അല്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനാണ് നിങ്ങൾ വിളിക്കണത്. ഈ സാധാരണക്കാരനെ കൊണ്ട് വിളിപ്പിക്കുന്നത്, അവരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് നിങ്ങൾ കാശും വാങ്ങി പോണ് അല്ലേ? അപ്പോ അവർ കേൾക്കും എന്ന് മാത്രമല്ല, അവർ ഉത്തരം തരുമെന്നാണ് നിങ്ങൾ പ്രചരിപ്പിച്ചത്. പക്ഷെ അല്ലാഹ് പറയുന്നു കേൾക്കൂല. ഇനി വലൗ സമീ, കേൾക്കൂലേ കേൾക്കോ, കേൾക്കൂലേ കേൾക്കോ, അങ്ങനെ തർക്കിച്ചിട്ട് ഖിയാമത്ത് നടത്തിക്കണ്ട. ഇനി നേരെ വലൗ സമീഉ, കേൾക്കുമെന്ന് വന്നാലും കേൾപ്പിക്കാനല്ലോ വിളിച്ചത്, മസ്തജാബു ലക്കും, ഉത്തരം കിട്ടാനല്ലേ, ഉത്തരം തരൂല്ല എന്ന് മാത്രമല്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, നാളെ പാരത്രിക ലോകത്ത് പടച്ചവന്റെ മുന്നിൽ അവരും നിങ്ങളും ഒരുപോലെ വരുമ്പോൾ, അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത ഈ ഇസ്തിഗാഥയാകുന്ന ശിർക്കിനെ അവിടെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിത്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ വേറൊരാൾക്കും സാധ്യമല്ല. അല്ലാഹ് പറയുന്നത് പോലെ വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റൂല. ഇത്രയും കണിശമായിട്ട് ഖുർആൻ പറഞ്ഞതാണ്. അപ്പോ കേൾക്കോ